അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 7 വെള്ളിയാഴ്ച. കേരളത്തിലെ തദ്ദേശ വാർഡ് വിഭജനത്തിൽ ഇടപെട്ട് സുപ്രീം കോടതി. തദ്ദേശ വാർഡ് വിഭജനം നടന്നത് വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ അത് ഏകപക്ഷീയമായ നടപടിയെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. മുസ്ലിം ലീഗ്, കോൺഗ്രസ് നേതാക്കളാണ് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. തുടർഭരണം ലക്ഷ്യമിട്ട് വൻതോതിൽ സ്വകാര്യ നിക്ഷേപം എത്തിക്കാനുള്ള വമ്പൻ മാറ്റങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിലുള്ളത്. വരുമാന വർധനവിനനുസരിച്ച് ആളുകളെ തരംതിരിച്ച് എല്ലാറ്റിനും ഫീസ് ഏർപ്പെടുത്തണമെന്നും സെസ് ഈടാക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളും നയരേഖയിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ നിക്ഷേപം, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ PPP മാതൃകയടക്കം പ്രകടമായ നയമാറ്റത്തിനാണ് രേഖ നിർദ്ദേശിക്കുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PA മുഹമ്മദ് റിയാസിന് പ്രശംസ. മന്ത്രി എന്ന നിലയിൽ റിയാസിന്റേത് മികച്ച പ്രകടനമാണെന്നും മാധ്യമവേട്ടയുടെ ഇരയാണ് അദ്ദേഹമെന്നും ദൈനംദിന രാഷ്ട്രീയ സംഭവങ്ങളിൽ സജീവമായതുകൊണ്ടാണ് റിയാസിനെ മാധ്യമങ്ങൾ ആക്രമിക്കുന്നതെന്നുമാണ് വിമർശനം. എന്നാൽ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജിനെ വിമർശിക്കുന്നുണ്ട്. ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അവൈലബിൾ യോഗങ്ങളിൽ കൂടുതലായി പങ്കെടുക്കാൻ ശ്രമിക്കണമെന്നാണ് വിമർശനം. കൊല്ലം നഗരത്തിൽ കൊടിയും ഫ്ലെക്സും സ്ഥാപിച്ച് CPM 3.5 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്ന് ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി. CPM സംസ്ഥാന സമ്മേളനത്തിനായി 20 ഫ്ലെക്സ് ബോർഡുകളും 2500 കൊടിയും കെട്ടിയതിനാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ കാഴ്ചമറയ്ക്കാതെയും ഗതാഗത തടസ്സമില്ലാതെയും നടപ്പാത കയ്യേറാതെയും ഫ്ലെക്സ് ബോർഡുകളും കൊടിയും സ്ഥാപിച്ചെന്നാണ് CPM നേതൃത്വത്തിന്റെ വിശദീകരണം. CPM സംസ്ഥാന സമ്മേളനം പോലെ ഇത്ര വലിയ സമ്മേളനം നടത്താൻ കോൺഗ്രസിന് പറ്റുമോ എന്ന ചോദ്യത്തിന് മറുചോദ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. സംസ്ഥാന സെക്രട്ടറിയായോ ദേശീയ സെക്രട്ടറിയായോ വനിതയെയോ പട്ടികജാതിക്കാരനെയോ വെക്കാൻ CPM തയ്യാറുണ്ടോയെന്ന് അദ്ദേഹം ചോദിച്ചു. പട്ടികജാതിക്കാർക്ക് പ്രവേശനമില്ലാത്ത സ്ഥാനമാണ് CPM ദേശീയ സെക്രട്ടറി സ്ഥാനവും RSS സർസംഘ് ചാലക് സ്ഥാനവുമെന്നും അദ്ദേഹം പരിഹസിച്ചു. ആഴക്കടൽ മണൽ ഖനനത്തിനെതിരായ കേരള നിയമസഭയിലെ പ്രമേയം ഇരട്ടത്താപ്പെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. ഖനനത്തെ എതിർക്കുന്നത് കേരള തീരത്തെ കരിമണൽ ഖനനം മറച്ചുവെക്കാനാണെന്നും കേരള തീരത്ത് വർഷങ്ങളായി കരിമണൽ ഖനനം നടക്കുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെയാണിതെന്നും തീരദേശ ജനതയെ ഇടത് വലത് മുന്നണികൾ വഞ്ചിക്കുകയാണെന്നും ഷോൺ കുറ്റപ്പെടുത്തി. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാർ ആക്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫ് കുഴഞ്ഞു വീണ് മരിച്ചു. വടക്കേ മണ്ണയിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് എത്തുന്നതിന് മുൻപ് ആളെ കയറ്റിയതാണ് ആക്രമണത്തിന് കാരണം. മഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ജീവനക്കാരാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ ബസ് ജീവനക്കാരായ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുമായി ഇന്ന് തന്നെ മുംബൈയിൽ നിന്ന് മടങ്ങുമെന്ന് പോലീസ്. വൈകുന്നേരം 5:30 ട്രെയിൻ മാർഗം പൂനെയിൽ നിന്ന് മടങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ തിരൂരിലെത്തും. ഗരീബ് രഥ് എക്സ്പ്രസിലായിരിക്കും കുട്ടികളെ നാട്ടിലെത്തിക്കുക. താനൂരിലെ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കുട്ടികളുടേത് സാഹസിക യാത്രയാണെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തലെന്നും ഒപ്പം പോയ യുവാവിന്റേത് സഹായമെന്ന നിലയിലാണ് ഇപ്പോൾ കാണുന്നതെന്നും മലപ്പുറം SP പറഞ്ഞു.
കുട്ടികളെ കണ്ടെത്താനായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം മുംബൈ പോലീസിനും RPFനും മുംബൈയിലെ മലയാളി സമാജത്തിനും നന്ദി പറഞ്ഞു. ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഫോണിലൂടെ വിമർശിച്ചതിന് സസ്പെൻഡ് ചെയ്ത SP സുജിത് ദാസിനെ തിരിച്ചെടുത്തു. സസ്പെൻഷൻ 6 മാസം പിന്നിട്ട സാഹചര്യത്തിലാണ് തിരിച്ചെടുക്കാൻ ചീഫ് സെക്രട്ടറി തല റിവ്യൂ കമ്മിറ്റി ശുപാർശ നൽകിയത്. വകുപ്പുതല അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപാണ് സുജിത് ദാസിനെ തിരിച്ചെടുത്തത്. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെ CPMനെയും സർക്കാരിനെയും പരോക്ഷമായി പരിഹസിച്ച് മുൻ MLA PV അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. SP സുജിത് ദാസ് വിശുദ്ധൻ, MR അജിത് കുമാർ പരിശുദ്ധൻ, തൃശൂർ പൂരം കലങ്ങിയിട്ടില്ല, കേരളത്തിൽ വന്യമൃഗാക്രമണം ഇന്നുവരെ നടന്നിട്ടില്ല, കേരളത്തിൽ ലഹരി ഉപയോഗവും വിപണനവും നടക്കുന്നേയില്ല എന്നാണ് അൻവറിന്റെ പരിഹാസം. എറണാകുളം കുന്നത്തുനാട്ടിൽ തെരുവുനായകളെ കൂട്ടത്തോടെ പാർപ്പിച്ചിരുന്ന വീടിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ജനവാസ മേഖലയിൽ ഇത്രയധികം നായകളെ പാർപ്പിക്കുന്നത് മൂലമുള്ള ദുർഗന്ധം സഹിക്കാൻ പറ്റില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. എന്നാൽ നായകളെ മാറ്റില്ലെന്ന വാശിയിലാണ് വീട് വാടകയ്ക്കെടുത്ത കോന്നി സ്വദേശിനി വീണ ജനാർദ്ദനൻ ഉള്ളത്. എന്നാൽ ഉടമയ്ക്ക് നായ വളർത്തൽ കേന്ദ്രം തുടങ്ങാൻ ലൈസൻസ് ഇല്ലാത്തതിനാൽ നായകളെ ഒഴിപ്പിക്കുമെന്ന് ജില്ലാ ഭരണകൂടം വിശദമാക്കി. കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് A ബദറുദ്ദീനെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം. വനിതാ അഭിഭാഷകയെ അപമാനിക്കും വിധം സംസാരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷക അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. ജസ്റ്റിസ് ബദറുദ്ദീൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അഭിഭാഷക അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ചേർന്ന് കോടതി നടപടികൾ ബഹിഷ്കരിക്കുമെന്ന് അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഭിഭാഷകയുടെ ഭർത്താവ് മരിച്ച സാഹചര്യത്തിൽ കേസ് നടത്തിപ്പിന് സാവകാശം ചോദിച്ചതാണ് ജസ്റ്റിസ് ബദറുദ്ദീനെ പ്രകോപിപ്പിച്ചത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ കേരളത്തിൽ 7 ജില്ലകളിൽ ഉയർന്ന തോതിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം രേഖപ്പെടുത്തി. കൊല്ലം ജില്ലയിൽ അൾട്രാ വയലറ്റ് സൂചികയിൽ ഓറഞ്ച് അലർട്ട് രേഖപ്പെടുത്തി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ക്രൂരപീഡനത്തിനും മർദ്ദനത്തിനും ഇരയായ 36-കാരിയുടെ മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ബീഹാറിലെ നളന്ദയിൽ വ്യാഴാഴ്ചയാണ് 36-കാരിയുടെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വീടുള്ള ജില്ലയിൽ തന്നെ ഇത്തരം സംഭവം ഉണ്ടായത് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിലെ തകരാറാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കന്നഡ നടി രന്യ റാവു പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിൽ രന്യയുടെ ഭർത്താവും പ്രമുഖ ആർക്കിടെക്റ്റുമായ ജതിൻ ഹുക്കേരിയും അന്വേഷണ പരിധിയിൽ. രന്യയുടെ പല യാത്രകളിലും ജതിനും കൂടെയുണ്ടായിരുന്നു. 4 മാസം മുൻപായിരുന്നു ഇവർ വിവാഹിതരായത്. മാർച്ച് 3 രന്യ അറസ്റ്റിലാകുമ്പോഴും ജതിൻ കൂടെയുണ്ടായിരുന്നു. ജതിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് DRI. ഹോളി ഉത്സവം വർഷത്തിൽ ഒരിക്കൽ വരുന്നതിനാൽ നിറങ്ങൾ ശരീരത്തിലാകുന്നത് അസ്വസ്ഥതയുള്ളവർ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്ന ഉത്തർപ്രദേശ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാമർശം വിവാദമാകുന്നു. ജീവനക്കാരന്റെ പരാമർശങ്ങൾ പക്ഷപാതമാണെന്നും ഒരു ഉദ്യോഗസ്ഥന് യോജിച്ചതല്ലെന്നും നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സിറിയയിൽ അസദ് അനുകൂലികളും സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 70ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട്. ലതാക്കിയയിലെ തീരദേശ പ്രവിശ്യയിലാണ് ആയുധധാരികളായ അസദ് അനുകൂലികൾ സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടിയത്. UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് വാർത്ത പുറത്തുവിട്ടത്. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ 8ാം പരീക്ഷണ വിക്ഷേപണം പൊട്ടിത്തെറിയിൽ അവസാനിച്ചു. ഇതോടെ അമേരിക്കയിൽ വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ടെക്സാസിലെ ബൊക്കാചിക്ക ബീച്ചിന് സമീപമുള്ള സ്റ്റാർ ബേസിൽ നിന്ന് കുതിച്ചുയർന്ന് മിനിറ്റുകൾക്ക് ശേഷം സ്റ്റാർഷിപ്പിന്റെ ഏറ്റവും മുകളിലെ ഷിപ്പ് ഭാഗം ഛിന്നഭിന്നമാവുകയായിരുന്നു. ഇതോടെ ബഹിരാകാശത്ത് റോക്കറ്റ് മാലിന്യങ്ങൾ നിറഞ്ഞതാണ് വിമാന സർവീസുകൾ വൈകിപ്പിക്കാനും വഴിതിരിച്ചുവിടാനും കാരണമായത്. പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് 1 മാസത്തിലേറെയായി വെസ്റ്റ് ബാങ്കിൽ തടങ്കലിൽ കഴിഞ്ഞിരുന്ന 10 ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികളെ ഇസ്രയേൽ അധികൃതർ രക്ഷപ്പെടുത്തി. ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി സംഭവം സ്ഥിരീകരിച്ചു. വിഷയം ഇപ്പോഴും അന്വേഷണത്തിലാണ്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി 82,000 ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി അമേരിക്ക.
വെറ്ററൻസ് അഫയേഴ്സ് വകുപ്പിലെ 82,000 ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള പദ്ധതി തയ്യാറായെന്ന് US ഭരണകൂടം വ്യക്തമാക്കി. അമേരിക്കയിലെ വിമുക്ത ഭടന്മാർക്ക് ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെ സേവനങ്ങൾ ഉറപ്പാക്കാനുള്ള വെറ്ററൻസ് അഫയേഴ്സ് വകുപ്പിലെ ജീവനക്കാർക്കാണ് ജോലി നഷ്ടമാവുക. കാനഡയെയും മെക്സിക്കോയെയും ലക്ഷ്യം വെച്ച് പ്രഖ്യാപിച്ച അധിക തീരുവ നടപ്പാക്കുന്നത് നീട്ടിവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ 25% വരെയുള്ള തീരുവ നയം ഓഹരി വിപണിയെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. ഈ സാഹചര്യം പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതോടെ ട്രംപ് തീരുവ പ്രഖ്യാപനം നടപ്പാക്കുന്നത് ഏപ്രിൽ 2 വരെ നീട്ടിവെക്കുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.